ഹായ് ഗായ്സ്, ബാക്കി വന്ന ഇഡ്ഡലി മാവ് കൊണ്ട് ഉണ്ടാക്കിയ വടയാണ് ഗായ്സ്. എന്താ ടേസ്റ്റ്! ഈ ചട്നി കൂട്ടി കഴിച്ചാൽ പിന്നെ ഒന്നും പറയണ്ട എൻ്റെ പൊന്നോ. അപ്പൊ തുടങ്ങിയാലോ? രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി ബാക്കി വന്ന മാവാണിത്. ഇത് വെച്ച് നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം റവ എടുത്തിട്ടുണ്ട്. റവ എടുക്കുമ്പോൾ അതിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് പാത്രത്തിലാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ 2 പാത്രം വെള്ളം ഒഴിച്ച് അതിനെ വേവിച്ചെടുക്കണം. ഞാനിവിടെ 2 പാത്രം വെള്ളം ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കാം. വെള്ളം പൂർണ്ണമായും വറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക്, കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഇഡ്ഡലി മാവ് കുറേശ്ശെയായി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കാം. സാമ്പാർ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കായം പൊടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടി ആയിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുക. വീണ്ടും ഇഡ്ഡലി മാവ് ഇതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി സോഫ്റ്റാക്കി ഇട്ടെടുക്കാം. ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു പരുവത്തിൽ ആയി കിട്ടണം അതിൻ്റെ മാവ്. വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഓരോന്നും ചെറിയ ബോൾസ് കൈവെള്ളയിൽ പരത്തിയെടുത്ത് നടുക്ക് ഒരു ഹോളിട്ട് കൊടുത്ത് വട രൂപത്തിലാക്കി എടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കൈവെള്ളയിൽ വെള്ളം പുരട്ടി കൊടുക്കാം. വെള്ളം നനച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്താൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഓരോന്നും ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒന്നിച്ച് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ഭാഗം കളർ മാറിയതിന് ശേഷം പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം. എണ്ണയിൽ കൂടുതൽ സമയം ഇട്ട് വെച്ചാൽ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. പൊരിച്ചെടുക്കുമ്പോൾ അടി കട്ടിയുള്ള പാത്രത്തിൽ പൊരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. അതിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ എണ്ണയൊന്നും കുടിക്കുന്നില്ല. 2 പാത്രത്തിലും ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ബെറ്ററായി തോന്നിയത് ഇതാണ്. അപ്പൊ നമ്മളെ വട റെഡി ആയിക്കണേ. ഇതിന് കൂട്ടി കഴിക്കുന്ന ആ ചട്നീൻ്റെ റെസിപ്പി ആണെങ്കിൽ ചാനൽ കയറി നോക്കിയാൽ മതി. എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും പിന്നെ ഇത് രസമുണ്ടാ രസമെന്ന് കമൻറ്റും കൂടി ചെയ്ത് അറിയിക്കുക. അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ കാത്തിരിക്കൂ.